എവിടാ നിന്റെ മുതലാളി? ഇറങ്ങി വാടാ. വീടിനകത്ത് കയറി കാലി പിടിച്ച് വലിച്ചോണ്ട് വരണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നോ. മട പൊട്ടിച്ചെന്നെ കുറെ കൃഷി നശിപ്പിച്ച ഞാൻ പേടിച്ച് മാളത്തിലൊളിക്കൊന്ന് കരുതിയോടാ മണ്ണുണ്ണി മുതലാളി. ഇറങ്ങി വരാനാ പറഞ്ഞ. എന്താ? നീ? ഞാൻ സലോമി, വാവച്ചന്റെ മോള്. അതെനിക്ക് മനസ്സിലായി. നിന്റെ അപ്പനെ വിളിക്കുമ്പോ നീ എന്തിനാ ഏത് നേരം ഇറങ്ങി വരുന്നെന്നാ എനിക്ക് മനസ്സിലാവത്തെ. അയാളുടെ പേര് നീ എടുത്തിട്ട് നിന്റെ പേര് അയാൾക്ക് കൊടുത്തോ? വാവച്ചാ, എടാ പേടിത്തുണ്ടാ, ഇറങ്ങി വാടാ. അപ്പൻ ഇവിടെ ഇല്ല, പിന്നെ എങ്ങനെ ഇറങ്ങി വരാനാ? നിന്റെ അപ്പനോട് പറഞ്ഞേക്ക് എന്റെ മട പൊട്ടിച്ചതിന് പകരം അവനിട്ട് ഞാനൊരു പണി കൊടുക്കുന്നുണ്ടെന്ന്. എന്താ പ്രശ്നം? എന്താണെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം. ഇവിടെ നിന്നിങ്ങനെ ബഹളം കൂട്ടാതെ. ചേട്ടായി അകത്തേക്ക് വാ, അകത്തിരുന്ന് സമാധാനമായിട്ട് സംസാരിക്കാം. ചേട്ടായി? ആരുടെ ചേട്ടായി? ഞാൻ നിന്റെ ചേട്ടായി മുട്ടായി ഒന്നുമല്ല. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനുമില്ല. സംസാരിക്കാനുള്ളത് നിന്റെ അപ്പനോടാ. സംസാരിക്കാൻ മാത്രമല്ല, രണ്ടെണ്ണം കൊടുക്കാൻ വേണം അവന്. അതുപോലെ ഒരു പണിയാ ആ നെറിയേട്ടം കാണിച്ചത്. ഒരു പുളുന്താ മുതലാളി. ചേട്ടായി ക്ഷമിക്ക്. അപ്പം കാണിക്കുന്ന കൊള്ളരുതായ്മകളൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കതില് പങ്കുമില്ല. അപ്പൻ എന്തെങ്കിലും കാണിച്ചു എന്ന് കരുതി ചേട്ടായി ഞങ്ങളെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഇത്രയും നാള് പഠിക്കുമായിരുന്നു ഹോസ്റ്റലിൽ നിന്ന്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന വഴക്കുകളോ അംഗങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പൻ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ വെറുപ്പിച്ചും ശത്രുക്കളാക്കിയും ബിസിനസ് നടത്തുന്നതെന്നും ഞങ്ങൾക്കറിയില്ല. അതിനൊന്നും ഞങ്ങൾ ഉത്തരവാദികളുമല്ല. അപ്പൻ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം ഉള്ള ശിക്ഷ അപ്പന് തന്നെ കിട്ടും. അപ്പം പണ്ട് മുതലേ എങ്ങനെയാ ചേട്ടായി? വഴക്കും വക്കാണൊഴിഞ്ഞ് നേരമില്ല. ഞങ്ങള് പറഞ്ഞാലൊന്നും അപ്പം കേക്കില്ല. ഇങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും സമ്പാദിച്ചു കൂട്ടുന്നത് അപ്പനൊരു ഹരമാ. അത് നാശത്തിലേക്കുള്ള വഴിയാണെന്ന് അപ്പൻ അറിയുന്നില്ലല്ലോ. പറയാനോ ഉപദേശിക്കാനോ ചെന്നാ പിന്നെ ദേഷ്യം മുഴുവൻ ഞങ്ങളോടാ. അതുകൊണ്ട് അപ്പൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പി ചോദിക്കുന്നു. അപ്പനായിട്ട് ചേട്ടായിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയാണെന്ന് പറഞ്ഞാ മതി. എങ്ങനെയെങ്കിലും ഞാൻ അത് തന്നു വീട്ടിക്കോളാം. ചേട്ടായി ക്ഷമിക്ക്. നീ എന്തിനാ എന്നെ ചേട്ടായിന്ന് വിളിക്കുന്നത്? എന്റെ പേര് എനിക്കറിയാം, ദേവഭദ്രൻ എന്നല്ലേ. ഞാൻ മുമ്പ് പലതവണ ചേട്ടായെ കണ്ടിട്ടുണ്ട്. 2 വർഷം മുമ്പ് കൈനഗിരിയിലെ ഓണാഘോഷത്തിന് കളരി മത്സരത്തില് 1ാം സ്ഥാനം ചേട്ടായിക്കല്ലായിരുന്നോ? അന്ന് എനിക്കറിയാം. ഒരു തവണ ചേട്ടായി മിസ്റ്റർ ആലപ്പുഴ ആയിരുന്നില്ലേ? അന്നത്തെ പേപ്പർ കട്ടിങ്ങിന്റെ കൂടെയുള്ള ഫോട്ടോ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെയും പല സ്ഥലത്ത് വെച്ച് ഞാൻ ചേട്ടായിയെ കണ്ടിട്ടുണ്ട്. ചേട്ടായി ഇപ്പൊ മത്സരത്തിനൊന്നും പോവാറില്ലേ? അല്ല, ചേട്ടായി പോവാണോ? നിന്റെ അപ്പനെ ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം.